അതിന് അവൾക്കും പഠിക്കാനൊന്നും താല്പര്യമില്ല. അവൾക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ് പോലും. അതും എന്തോ ഗാനമേളയ്ക്ക് പോകുന്ന ചെക്കനെ. വല്യമ്മ പറഞ്ഞു. ഇതിന് ഞങ്ങൾ സമ്മതിക്കില്ല. പാട്ടും കുത്തുമായിട്ട് നടക്കുന്നമാർക്ക് കൊടുക്കാനല്ല ഞാൻ എൻ്റെ മകളെ ഇത്രയും വളർത്തി വലുതാക്കിയേ. അച്ഛൻ പറയുന്നിട്ട് നിധിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. തൻ്റെ അച്ഛനും അമ്മയെ ഓർമ്മ വന്നു. അവൾ ദേഷ്യം നിയന്ത്രിക്കാൻ കണ്ണടച്ചിരുന്നു. ഒപ്പം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുഖം മനസ്സിലേക്ക് കയറി വന്നു. ഞങ്ങൾ അവളെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ജിത്തു. പക്ഷെ അവൾ കേൾക്കുന്നില്ല. ഇവിടെയുള്ള വല്ല പയ്യനാണ് ഈ തരക്കേടില്ല. ഇതെവിടെയോ ദൂരത്ത് കിടക്കുന്നു. കമ്മലും മാലയൊക്കെ ഇട്ട ഒരു ഗാനമേള ടീം. വല്യമ്മ പറഞ്ഞു. അതിനിപ്പോൾ എന്താ? സ്വന്തം മകളുടെ സന്തോഷമല്ലേ വലുത്. ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിപ്പിച്ച് ജീവിതകാലം മൊത്തം ഉരുകി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ ഇഷ്ടത്തിന് നോക്കേണ്ടതല്ലേ. അപ്പോഴേക്കും നിധിയുടെ പിടിവിട്ട് പോയിരുന്നു.